ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നയനനേത്രാസ് ആർട്സ്. ഇന്നത്തെ വീഡിയോ കൊച്ചുകുട്ടികൾ എങ്ങനെ 4 ലൈൻ ബുക്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നല്ല ഭംഗിയിൽ എഴുതാം എന്നാണ്. ആദ്യമായി 4 ലൈൻ ബുക്ക് എടുക്കുക. ഈ വീഡിയോയിൽ ഞാൻ എഴുതുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. എല്ലാത്തിനും ഫസ്റ്റ് ഒരു സ്ലാൻഡിങ് ലൈൻ വെച്ചാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗൊക്കെ നന്നാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഐ വരെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ബാക്കി ലെറ്റേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ ആദ്യമായി എഴുതുന്ന കുട്ടികളാണെങ്കിൽ 4 ലൈൻ ബുക്ക് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല ബെസ്റ്റ്. ആ 4 ലൈൻ മുട്ടിച്ചെഴുതുമ്പോൾ നമുക്ക് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് വരും. ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ 4 ലൈൻ ബുക്ക്. കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട രീതിയാണ് 4 ലൈൻ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ പറ്റും. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കി അതുകൂട്ട് തന്നെ ആ 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈനിൽ മുട്ടിച്ച് എഴുതുക. ആദ്യമായി തന്നെ എഴുതുമ്പോൾ തന്നെ നല്ല വൃത്തിക്ക് എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് നമ്മൾ എപ്പോൾ എഴുതുമ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. ശ്രമിച്ചാണ് നമ്മുടെ ഏതൊരു കാര്യവും വിജയപ്പെടുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. ബാക്കിയുള്ള ലെറ്റേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആകെ ടോട്ടൽ 26 ലെറ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അതിൽ ഈ വീഡിയോയിൽ ഞാൻ ഐ വരെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ വെക്കേഷനിൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ നന്നാക്കാം എന്നാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.